നമുക്കൊരു അവിയൽ വെച്ചാലോ? പ്രവാസികളെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആ അവിയലൊക്കെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഓണമോ വിഷുവോ അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും അവർ പക്ഷേ പ്രവാസി റൂമുകളിലൊക്കെ അവിയലുണ്ടാക്കുന്നത്. പക്ഷെ ഞങ്ങളിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പൊ ഞങ്ങളെന്തായാലും ഇന്നൊരു അവിയലുണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പം അവിയലിന് അങ്ങനെ പ്രത്യേകിച്ച് പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ ചേമ്പും കാച്ചിലും ഒന്നും അങ്ങനെ പൊതുവെ ചേർക്കാറില്ല. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അത് ഇപ്പം എന്താ പറയുക, നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കുക. ഉം. അതെല്ലാം നീളത്തിലാണ് മുറിക്കുന്നത്. നമ്മൾ സാമ്പാറിനാണ് പൊതുവെ വട്ടത്തിൽ മുറിക്കുന്നത്. ഇപ്പം നീളത്തിൽ മുറിച്ച് പച്ചക്കറിയെല്ലാം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക്, ഉം, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അത് വെച്ച് വേവിക്കണം. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ. എണ്ണ അവസാനമാണ് സാധാരണ ഒഴിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇത്തിരി സമയത്തിന് വേണ്ടി ആദ്യം ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് വെന്ത് പകുതിയാകുമ്പോഴാണ് പൊതുവെ നമ്മൾ തക്കാളി ചേർക്കുന്നത്. പിന്നെ എൻ്റെ അരപ്പ് തയ്യാറാക്കണം. അത് വേകുമ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനകത്ത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ഇത് മൂന്നും കൂടെ ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്തതിന് ശേഷം പകുതി വേവാകുമ്പോൾ തക്കാളി ചേർക്കുന്നു. തക്കാളിയും കൂടി ചേർത്ത് അത് വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തത് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് അരപ്പ് മാത്രം വേവിക്കുന്നു. പിന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ആ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വേവിച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കാം. വളരെ സൂപ്പർ അവിയലായിരിക്കും. ഇതിനടുത്ത് പൊതുവെ തൈര് ഒഴിക്കാറുണ്ട്. നമ്മൾ ആലപ്പുഴക്കാരങ്ങനെ പൊതുവെ തൈര് ചേർക്കാറുണ്ട്. തൈര് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നമുക്കൊരു അവിയൽ വെച്ചാലോ? പ്രവാസികളെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആ അവിയലൊക്കെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഓണമോ വിഷുവോ അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും അവർ പക്ഷേ പ്രവാസി റൂമുകളിലൊക്കെ അവിയലുണ്ടാക്കുന്നത്. പക്ഷെ ഞങ്ങളിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പം ഞങ്ങളെന്തായാലും ഇന്നൊരു അവിയലുണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പം അവിയലിന് അങ്ങനെ പ്രത്യേകിച്ച് പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ ചേമ്പും കാച്ചിലും ഒന്നും അങ്ങനെ പൊതുവെ ചേർക്കാറില്ല. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അത് ഇപ്പം എന്താ പറയുക, നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കുക. ഉം. അതെല്ലാം നീളത്തിലാണ് മുറിക്കുന്നത്. നമ്മൾ സാമ്പാറിനാണ് പൊതുവെ വട്ടത്തിൽ മുറിക്കുന്നത്. ഇപ്പം നീളത്തിൽ മുറിച്ച് പച്ചക്കറിയെല്ലാം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക്, ഉം, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അത് വെച്ച് വേവിക്കണം. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ. എണ്ണ അവസാനമാണ് സാധാരണ ഒഴിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇത്തിരി സമയത്തിന് വേണ്ടി ആദ്യം ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ.